ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നല്ലൊരു ശനിയാഴ്ച തന്നെയായിരുന്നു. അപ്പം രാവിലെ ഇന്നലെ പാച്ചുട്ടൻ ഡാഡിയുടെയും ഞങ്ങളുടെ അടുത്ത് കിടന്നിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഡിമ്പിളിനെ എന്തോ വന്നപ്പോൾ തീരെ വയ്യായിരുന്നു. അങ്ങനെ നേരത്തോടെ കിടന്നത് തന്നെ ഓർമ്മയുള്ളൂ. ഞാൻ ഇടയിൽ പോയിട്ട് വിളിച്ചിട്ടൊന്നും കുട്ടി അറിഞ്ഞില്ല. പാച്ചു സുഖമായിട്ട് ഞങ്ങളുടെ ഇടയിൽ കിടന്നുറങ്ങിയിട്ടാണ്. അവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് മാറി കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും പറയും നല്ലതാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മോനെ കൊണ്ടുപോകാണ്ട് വല്ലയിടത്തേക്ക് പോകേണ്ടി വരികയും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയും. അങ്ങനെ ഇടയ്ക്കൊന്ന് മാറ്റി കിടത്തുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ. അങ്ങനെ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി എണീറ്റു, ഞാനും എണീറ്റപ്പോൾ പിന്നാലെ അവനും എണീറ്റ് വണ്ടിമേ സർക്കസ് തുടങ്ങിയപ്പോൾ അവൻ പറയുക കാലിങ്ങനെ ആക്കിയപ്പോൾ പൊട്ടി, എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തുടങ്ങിയല്ലോ ഇപ്പോൾ കണ്ടമാനം വർത്താനം പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചാക്കോച്ചനും ഏകദേശം ഒക്കെ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ചേട്ടന്മാർ രണ്ടുപേരും ഇങ്ങനെ വാതോരാണ്ട് സംസാരിക്കുകയല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഞാൻ മുറ്റത്തൊക്കെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് ഇങ്ങോട്ട് കയറിയിട്ടോ. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഓൾറെഡി ഡാഡിയുടെ പേപ്പർ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം നേരത്തെ എണീറ്റിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കട്ടനൊക്കെ വെച്ച് കാപ്പിയൊക്കെ കുടിച്ച് മറ്റേ പേപ്പറൊക്കെ വായിച്ചിട്ട് ആൾ ഉമ്മർത്തിരുന്ന് പിന്നെ ടി വി കാണുക ചെയ്യുക, ഫോണിൽ നോക്കുക ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ വന്നാൽ ഫസ്റ്റ് കാണാൻ ചിലപ്പോൾ ഡാഡി ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളിതേ കിച്ചണിൽ വന്നപ്പോൾ കട്ടൻ മാത്രം ഡാഡി കട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ, ശനിയാഴ്ച ദിവസം കുട്ടികൾക്കൊരു അവധിയാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ കാരണം എല്ലാ ദിവസവും നേരത്തോടെ എനിക്ക് കുട്ടികളെ ഒരുക്കി അവർക്ക് സ്നാക്സ് ഉണ്ടാക്കി സ്കൂളിലേക്ക് വിടും. അപ്പോൾ ശനിയും ഞായറും മാത്രമാണ് അതിൽ നിന്നൊരു അവധി. ഇനി കുറച്ച് ദിവസങ്ങളിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോമുട്ടന് ഞായറാഴ്ച കാറ്റഗിസം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഉണ്ടാവില്ല, ശനിയാഴ്ച മാത്രം ഒരു അവധി. അങ്ങനെ പിള്ളേരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും ഞാനും ഡാഡിയും അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹലോ പറഞ്ഞ് കളിക്കണത് അപ്പാപ്പനും മോനും ഇട്ടോ. അപ്പോഴേക്കും ഇതിവിടെ ചാക്കോച്ചനും ഡോണൊക്കെ ഇറങ്ങി. അപ്പോൾ അവൻ ഇറങ്ങി പിന്നാലെ ഒളിച്ച് കളിയാണ് മെയിനായിട്ട്. ഞാൻ പറയാറില്ലേ, അവന് ഒളിച്ച് കളിക്കുക, എന്നോട് വന്ന് സ്റ്റാച്യു കളിക്കുക, ഇതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ സംഭവം കേട്ടോ. അങ്ങനെ വന്ന് ബിസ്ക്കറ്റ് ചോദിച്ചാൽ ഇപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 വേണം. അവനെ ഞാൻ നോക്കി കളിപ്പിച്ചത്, എൻ്റെ ചായ ഇവിടെ തിളച്ച് പോയിട്ടാണ്. അങ്ങനെ ഇവിടെ തോമുട്ടൻ ഇരിക്കുന്നുണ്ട് തല തിരിഞ്ഞിട്ട്. ഇവർ എണീറ്റ് വന്നാൽ പിന്നെ അവർക്ക് 3 പേർക്കും വണ്ടിയാണ്. അതാണ് അവരുടെ എന്താ പറയുക ഇപ്പോഴത്തെ പുതിയ റുട്ടീൻ. അങ്ങനെ എണീക്കുക, വണ്ടിയുമ്പോൾ കയറുക, പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള സഞ്ചാരമാണ്. അതുകൊണ്ട് സെറ്റിമേലുള്ള വല്ലാണ്ടുള്ള ഇരിപ്പും ഇതൊക്കെ നിന്നുട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഡിവൈൻ വേഗം ചിരിച്ചിട്ട് നിൽക്കുക. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, ഡിവൈൻ എന്താ ഗൗരവത്തിൽ നിൽക്കണം, ഡിവൈൻ എന്താ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കമൻറ്റ്സ് മുമ്പ് വരാറുണ്ട്. ഡിവൈൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഞാൻ ബ്ലോക്ക് ചെയ്യാനൊന്നും നിന്നില്ലേ പറയുന്നത്, അത് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അവരുടെ ഒരു സന്തോഷമല്ലേ, നമ്മളെന്തിനാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ശനിയാഴ്ചയാണെന്ന്, ശനി ഞായറും ആയിക്കഴിഞ്ഞാൽ നല്ല മേളാന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഡിവൈൻ ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിള്ളേർ സെറ്റിൻ്റെ കളികളാണ് കേട്ടോ. അവർക്ക് ആദ്യത്തെ ഇതിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് എല്ലാവർക്കും ഒരേ പരിപാടികളാണ്. ഡിമ്പിളിന് ഇന്ന് മുനമ്പത്തേക്ക് പോകണം, പിന്നെ ഡിവൈന് ഇന്ന് പാർലറിലേക്ക് ഒന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകണം. തോമുവിൻ്റെ ബുക്സ് ഇന്ന് കിട്ടും. അങ്ങനെ എല്ലാവർക്കും നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന് കേട്ടോ. ഡോണിൻ്റേതായ തിരക്ക്, അപ്പോൾ എനിക്കും അതിൻ്റേതായ തിരക്കുണ്ട്. കാരണം ഞാൻ ഇന്നലെ പോയി വന്നതിന് ശേഷമുള്ള വാഷിംഗ് എൻ്റെ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നല്ലാതെ അലക്കിയിട്ട കൊണ്ടുവന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ള ഡ്രസ്സും വരുമ്പിട്ട ഡ്രസ്സും എങ്ങനെ വന്നാലും ഉണ്ടാവില്ല. ഞങ്ങൾ 4 പേരുടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇത് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 3 ഡിസൈനാണ് കേട്ടോ. ഒന്ന് ഫുൾ വൈറ്റ്, ഒന്ന് ഫുൾ റൂബി, ഒന്ന് ഇത്, അങ്ങനെ 3 ടൈപ്പ് പാറ്റേണാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നേക്കണത് പുതിയതായിട്ട് കേട്ടോ. അങ്ങനെ മുമ്പ് ഫസ്റ്റ് വന്നപ്പോൾ കുറേ പേര് വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു പാറ്റേണാണ്. അങ്ങനെ ഞാൻ 11 മണിയായപ്പോൾ ഒരു കാപ്പിയാണ് വെച്ചത്, ചായയല്ല കാപ്പിയാണ് വെച്ചത്. അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് എന്താ പറയുക 3-4 പേരും കുടിച്ചതിന് ശേഷമാണ് ഡാഡി ഒന്ന് പുറത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ വെക്കാം കറികൾ. കാരണം എന്താ വെച്ചാൽ ഡിമ്പിളിനെ ഒന്ന് ആൻസിൻ്റെ അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കണം, പാച്ചുവിനെ ഒന്ന് പിടിച്ചിരുത്തണം. പിന്നെ നമ്മളുടെ എന്താ പറയുക ഡിവൈൻ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയേക്കാന്ന്, ഡാഡിയും ഇല്ല.
അപ്പോൾ എൻ്റെ ഒരുവിധം പണികൾ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഒരുവിധം പരിപാടികളൊക്കെ നേരത്തോടെ കഴിച്ചു. ഞാൻ 12-12:30 ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി നിന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് തോരയിടാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നടയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ നോക്കിയപ്പോൾ ആരും ഇല്ലല്ലോ. പാച്ചു അപ്പയുടെ കൂടെ 2 മുകളിലേക്ക് പോയേക്കാം. ഇവിടെ പാച്ചു ചുൻ്റെ കൂടെ റൂമിലാണ്, അവർ ഒതുക്കണ തിരക്കിലാണ്. അപ്പോൾ അവനെ ഇപ്പോഴും പോകുമ്പോൾ ടോയ്സ് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരിക, അങ്ങനെയാണ് കേട്ടോ പാച്ചുവിൻ്റെ പണി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി കിച്ചണിലത്തെ പരിപാടിയിലേക്ക് നീങ്ങാലോ വെച്ചിട്ട് അങ്ങോട്ട് കടന്നു കിട്ടാം. അങ്ങനെ ഞാൻ പോകുമ്പോൾ ചോറും പിന്നെ ഞാൻ മറ്റേ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിക്കൻ്റെ ഇതിൽ. അപ്പോൾ ഐസൊന്ന് പെട്ടെന്ന് അലിഞ്ഞു പോയല്ലോ. എന്നിട്ട് ചിക്കന് ഉരുളക്കിഴങ്ങും കൂടിയിട്ടാണ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ കറിയാണ്. തൃശ്ശൂർക്കാർ കോഴിയും കുമ്പളങ്ങിയും വെക്കുന്ന അതേപോലെ തന്നെ വെക്കുന്ന ഒരു കറിയാണ് കോഴിയും ഉരുളക്കിഴങ്ങും കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമില്ല, നമ്മുടെ ചിക്കൻ, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചപ്പോൾ ഞാനെങ്ങനെ വെച്ചാൽ നന്നായി വേവിക്കും കേട്ടോ. അത് അങ്ങനെയാണ് ചെയ്യുക. അതപ്പോൾ എങ്ങനെയാ വെച്ചാൽ കിഴങ്ങും വേവുമ്പോൾ നല്ല കുറുന്നിരിക്കും. പിന്നെ പാല് ഒഴിക്കുകയാണ്. ഞാൻ പാലാണ് ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് കാച്ചി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കക്കയുണ്ടായിരുന്നു. അപ്പോൾ കക്ക ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. കക്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനം ഞാൻ ഫിഷ് മസാല ഇടയിൽ ചേർക്കും, പിന്നെ അവസാനം ഞാൻ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇഞ്ചി, വേപ്പില, പച്ചമുളകൊക്കെ ഒന്നൊക്കെ ഇട്ട് ഒന്ന് വാട്ടി നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടി നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ. ഇന്നിപ്പോൾ ഡാഡിയൊക്കെ പുറത്ത് പോയതുകൊണ്ട് നാളികേരം ചെറുക്കാൻ ആളില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈൻ ഡേ വന്നപ്പോൾ എനിക്ക് ചോയ്സ് നിന്ന് ഡൈ ചെയ്യാനുള്ള മറ്റേ ഇതും ബ്രഷും കൂടി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഡിവൈൻ അത് വാങ്ങിക്കൊണ്ടു. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ച് അങ്ങനെ ഞങ്ങളിതേ ഊണ് കഴിക്കായിരുന്നു. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണ്, സാലഡോ അല്ലെങ്കിൽ വേറൊരു ഉപ്പേരിയോ ഒന്നുമില്ല. ഒരു ചിക്കൻ ചാറും ഒരു കക്കിറച്ചി മാത്രം. അച്ചാറൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ആർക്കും വേണ്ടി വന്നില്ല. ഇത് തന്നെ നല്ല കോഴിയും കിഴങ്ങ് കറിയും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വേസ്റ്റ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കഴുത്തും അങ്ങനെയുള്ള കുഞ്ഞ് ഈ സൂപ്പിന് വയ്ക്കുന്ന പീസുകളില്ല, അതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങടെ വെക്കും. അപ്പോൾ 2 അടി കൂടുതൽ അടിക്കും കുക്കറിൽ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഉള്ള ഇറച്ചി മുഴുവൻ എല്ലുമെന്ന് വിട്ട് പോരുകയും ചെയ്യും. ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുമ്പോൾ നല്ലോണം കുറുന്നിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പുതിയ പാക്ക് ചെയ്യാനായിട്ട് എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് 3 ഐറ്റം ഞാൻ പറഞ്ഞ മയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ഫുൾ വൈറ്റ്, അതിൻ്റെ കണ്ണ് മാത്രം റൂബി. ഇത് ഫുൾ റൂബി, അതിൻ്റെ മണി മാത്രം വൈറ്റ്. പിന്നെ ഇത് വേറൊരു ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ തന്നെ മുഖപ്പൂ മാലയുണ്ട് കേട്ടോ. ഞാനത് ഇതിൽ കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. മുഖപ്പൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, സൈഡിൽ മാത്രം ഒരു ലോക്കറ്റായിട്ടുള്ളത്. അത് ഈ സെയിം മയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഡാഡിയോട് ഞാൻ പറഞ്ഞു വേഗം ഡൈ ഇട്ട് തന്നു, കാരണം നാളെ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഡൈ ഇട്ട് അപ്പോൾ ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചേക്കാട്ടോ. അതാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ വന്നേക്കണത്, അല്ലാണ്ട് ഇങ്ങനെ വലിക്കണതല്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ തോമൂനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തോമും ചാക്കോച്ചനും ഡോണും ഡിവൈനും കൂടിയിട്ട്. അതാണ് ഡോൺ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പോയി തിരിച്ച് വരുമ്പോൾ ആ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറയാറില്ലേ മറ്റേ കാളത്തോട്, അവിടെ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പടപടേന്ന് കട്ട് ചെയ്ത് അവിടെ ഓൾറെഡി ബോക്സിലാക്കിയതുണ്ടാവും, പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ നമുക്കതെടുത്ത് കട്ട് ചെയ്ത് തരണതാട്ടോ. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മുന്തിരി വാങ്ങിക്കാറ് കേട്ടോ. അത് ജ്യൂസ് മുന്തിരി ആയാലും അതെ സീഡ്ലെസ് ആയാലും ഇത് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇത് നമ്മളുടെ പുതിയ സെറ്റുകൾ വന്നിട്ട് ഇന്നാൾ നിങ്ങൾക്ക് ടർക്കോയ്സ് ബ്ലൂ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളതാണ്. ഇതൊരു ഗാർനെറ്റിൻ്റെ ഒരു കളറാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ, പിന്നെ ഒരു 4 കളറാണ് കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക പീച്ച് കളർ എന്ന് പറയില്ലേ, ക്യാരറ്റ് പീച്ച് എന്ന് പറയില്ലേ, ക്യാരറ്റ് പീച്ചിൻ്റെ കളറ് അതാണിത്. ഇതല്ല, ഇത് ഒരു എന്താ പറയുക ഒരു ഗാർനെറ്റിൻ്റെ കളറും അല്ല, ഓറഞ്ചും അല്ല, ഒരു ചെങ്കല്ല് എന്നൊക്കെ പറയില്ല, ആ കളറാണ്. ഇതാണ് ക്യാരറ്റ് പീച്ചിൻ്റെ കളർ കേട്ടോ. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്, സ്റ്റഡും മോതിരവും ലോക്കറ്റും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 കളറാണ് കേട്ടോ വരണത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുക. ടർക്കോയ്സ് ബ്ലൂ ഉണ്ട്, പേസ്റ്റൽ മറ്റേ ഗ്രീൻ ഉണ്ട്,
പിന്നെ ഒരു ഗാർണറ്റിൻ്റെ പോലത്തെ ഒരു ബ്രൗണ്, ക്യാരറ്റ് പീച്ച്, അങ്ങനെയുള്ള കളർ. അപ്പോൾ ഇന്ന് ഞാൻ കിടന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും 3:15 ആയപ്പോഴേക്കും ഡിംപിൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പം അങ്ങനെ നാളെ നമ്മുടെ അമലിൻ്റെ കൊച്ചിൻ്റെ, അതായത് പപ്പയുടെ അനിയൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ ബാപ്റ്റിസമാണ്. അപ്പം ഞങ്ങൾക്കും പോകണം. അപ്പോൾ ഡിംപിൾ ആൻസൺ ഇന്ന് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിംപിളും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഡാഡിയാണ് കേട്ടോ കൊണ്ടുവന്നാക്കണത്. അപ്പോൾ പോവാറായപ്പോൾ ചാക്കോച്ചിന് ഭയങ്കര സങ്കടം. നിങ്ങൾ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവൻ ആര് സ്കൂളിൽ പോവുകയാലും എടുക്കുകയാലും അവൻ അങ്ങനെ കരയില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പോകുമ്പോൾ നിന്നിട്ട് ടാറ്റ പറഞ്ഞ് പോവുക ചെയ്യുക. പക്ഷേ പാച്ചു പോകണമെന്ന് കണ്ടപ്പോൾ അവന് സൈക്കിളിനെ സങ്കടം. ഒച്ചുവിനോടും പാച്ചുവിനോടും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാവം തോന്നി. അത് പാച്ചു അതെ, ഇവർ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കളിക്കുമ്പോഴൊക്കെ ഇവർ രണ്ടുപേരും ഭയങ്കര സെറ്റാണ്. ഇവരാണ് നടന്ന് എന്താ പറയുക ഓരോ കുട്ടി കുറുമ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ ഇപ്പോൾ ചാക്കോ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഒട്ടും കരയാത്തവനാണ്. പക്ഷേ ഇന്ന് അവന് ഭയങ്കര സങ്കടമായി. അപ്പോൾ കരഞ്ഞിട്ട് പിന്നെ 5 മിനിറ്റ് കൊണ്ട് കരച്ചിൽ മാറും, എന്നാലും ഭയങ്കര സങ്കടമായി. പോയി എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ ചാക്കോനെ എങ്ങനെയാ വെച്ചാൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ കരച്ചിലൊക്കെ അവൻ മറക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഗേറ്റ് അടച്ചിട്ട് വന്നു, എൻ്റെ മോൻ ഗേറ്റ് അടയ്ക്കാൻ പോകണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോകണു, അവൻ ഗേറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അവനെങ്ങനെയാ വെച്ചാൽ ഞാൻ ഇത്തിരി സ്പീഡിലിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അവൻ പതുക്കെയാണ് ഓടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ്റെ വിചാരം ആ ലോക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അവനാണത് ലോക്ക് ചെയ്തേക്കണേന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. ഈ ഓട്ടവും തൊടലും ഒക്കെ അക്കീനോടൊന്ന് പഠിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അങ്ങോട്ട് ഓടിയപ്പോൾ ഞാൻ പറഞ്ഞു ഓടണ്ട. അവിടെ നിന്ന് സന്തു ഒച്ചയിട്ടപ്പോൾ അവൻ ഇവിടെ നിന്ന് ഈ ഒച്ചാന്ന് വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോൾ വേഗം ഒറ്റ വിളിയിൽ അവൻ എന്താ പറയുക കാര്യം നമ്മൾ വിളിച്ചാലും അതേ വിളി കേൾക്കും. അതുപോലെ തിരിച്ച് വരാൻ പറഞ്ഞാൽ വേഗം വരും. അങ്ങനെയാണ് കേട്ടോ. അവനെ സംബന്ധിച്ച് എന്താ പറയുക, അങ്ങനെ വലിയ കുട്ടിക്കുറുമ്പോ വാശിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഡിവൈൻ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു സാവകാശം ഇറങ്ങി വന്നാൽ മതി, കാരണം ഇനി ഒരു അനക്കം ഉണ്ടാവില്ല. ഈ വീട്ടിൽ പാച്ചു പോയി കഴിഞ്ഞാൽ വീട് ഭയങ്കര സൈലൻറ്റാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും ആരെങ്കിലും ഈ ഡിംപിൾ പറഞ്ഞോണ്ട് ട്രയാങ്കിൾ ലവ് പോലെ പാച്ചുവിന് തോമു വേണം, ചാക്കോച്ചിന് പാച്ചു വേണം, അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നു. കാപ്പി കൂടി കഴിഞ്ഞ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അത് കഴിഞ്ഞ് ഞാൻ പട്ടികൾക്കുള്ള ചോറ് വേവിച്ചെടുത്തു. ചോറ് വേവിച്ച് ആ പരിപാടികളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അവരിൽ നിന്ന് അഴിച്ചിടാനായിട്ട് വന്നു, പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്കുള്ള പാലപ്പോൾ കാത്തിരിക്കുക. അപ്പോൾ അവർ വാതിൽ തുറന്നാലും അകത്തേക്കൊന്നും കയറില്ല കേട്ടോ. അപ്പോൾ അവർക്കുള്ള പാല് ഞാൻ പറയാറില്ലേ കുട്ടികളുടെ പാല് കുപ്പിയിലത്തെ ബാക്കിയായിരുന്നു. അങ്ങനെ ആ പാല് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നോക്കുകയാണ് ഭയങ്കര ഇഷ്ടത്തിൽ. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം ഒരാൾ കഴിഞ്ഞ് നീങ്ങിയിട്ട് അടുത്ത ആൾ കുടിക്കാൻ വരുള്ളൂ. 3 ആളും അവർക്കറിയാം അവരുടെ സീരിയൽ നമ്പർ 1, 2, 3 അതനുസരിച്ച് തന്നെ അവർ കഴിക്കുള്ളൂ. അല്ലാണ്ട് ഇടി കൂടെ അങ്ങനത്തെ ഒരു ബഹളവും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവർക്കുള്ള ഫുഡ്, അപ്പോൾ ഇന്നത്തെ ഫുഡ് അവരുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വടയിൽ പിന്നെ ഡോനട്ടിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ബാക്കി വന്നതുണ്ടായിരുന്നു. പൊറോട്ടയിൽ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ട് അതൊറ്റ അടിക്കും, മിക്സിയിൽ അടിച്ചിട്ട് ചോറിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇന്ന് ആ മിക്സഡ് റൈസായിരുന്നു അവർക്ക് കേട്ടോ. അപ്പോൾ കിയ കാത്തിരിക്കുക മമ്മി വരണത് നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ പരിപാടികളൊക്കെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് നടയിലത്തെ ലൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടയിൽ ലൈറ്റൊക്കെ ഇട്ടു, ചന്ദനത്തിരിയും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ പറയില്ലേ സന്ധ്യ നേരത്ത് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഞാൻ ഇന്ന് തൊട്ട് ഡാഡീനെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഡാഡിക്ക് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ നല്ലോണം മധുരം കഴിക്കുകയും ചെയ്യും, എന്നതനുസരിച്ച് ഗുളികയും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാല് കുടിക്കാൻ ഇഷ്ടമില്ല, അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തൊട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഡാഡിയും മോളും പോയേക്കാണല്ലോ, വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡിവൈൻ നൂഡിൽസ് ഉണ്ടാക്കി, പുതിയ നൂഡിൽസാണ്. അപ്പോൾ അതുണ്ടാക്കി അതിൽ സോസേജും മുട്ടയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ കുറച്ച് കഴിച്ചാൽ മതി, എല്ലാതും അതിനകത്തുണ്ട്. അങ്ങനെ അത് കഴിച്ച് ഞാൻ എൻ്റെ പരിപാടികൾക്കായിട്ട് നിന്ന് അതിൻ്റെ ഇടയിൽ കുളി കഴിഞ്ഞു. അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിക്ക് ഉച്ചയിലത്തെ കറി ഉണ്ടായിരുന്നെങ്കിലും അതൊന്നിനും തികയില്ല. അപ്പോൾ ഡിവൈൻ കക്കയിൽ ബാക്കി ഞാനൊരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് റോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കല്ലേ വേണ്ടു.
അങ്ങനെ അത് കഴിച്ച് അതിൻ്റെ ഇടയിൽ ചാക്കോച്ചൻ ഉരുളെടുത്തിട്ട് ഓടിയപ്പോൾ ഡിവൈൻ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അപ്പോൾ ആർക്ക് പേടി, എന്നാലും എന്താ പറയുക, പറഞ്ഞപ്പോൾ തന്നെ അവൻ കൊണ്ടുവന്ന് അവിടെ ഇട്ടു. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞതാ കയറി പോവാണ് കേട്ടോ. ഇനി കുളി കഴിഞ്ഞ് ഒറ്റ ഉറക്കമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ പാച്ചുമില്ലെങ്കിൽ അങ്ങനെയാണ്, ഒരു അനക്കവും വീട്ടിലുണ്ടാവില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് തോമുന് ബുക്സും ബാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഡിവൈൻ കാണിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് LKG എന്ന് പറയാം, ആദ്യത്തെ കാൽവെപ്പ് എന്ന് പറയാം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡിവൈൻ കംപ്ലീറ്റ് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ എൻ്റെ ഒരു തൃപ്തിക്ക് നോക്കുക, നമ്മളെന്നും നോക്കുന്ന പോലെ നോക്കുക, അത്രേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് പാത്രങ്ങളൊക്കെ ഡിവൈൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉണങ്ങാവുന്ന രീതിയിലൊന്ന് പൊക്കി വെച്ചു എന്ന് മാത്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് എന്താ പറയുക, ഫിൽറ്ററിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴും ഇവിടെ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്, വെള്ളം പോലും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല. എന്നാലും ഞാനൊക്കെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, വാതിലുകളൊക്കെ ഒന്ന് അടച്ചു, കലണ്ടറും എഴുതാനുള്ളതൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞത് ഇപ്പുറത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് കിടന്നപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വൈറ്റ് ഗോൾഡിൻ്റെ വളകളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊന്ന് പാക്ക് ചെയ്യാണ്ടായിരുന്നു. ശരിക്കും ഞാൻ ശനിയാഴ്ച ദിവസം ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയ്ക്ക് ഭാരവും, നാളെ വെച്ചാൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വയ്യാണ്ടാവും, പിന്നെ തിങ്കളാഴ്ച ഭയങ്കര തിരക്കാവും. അപ്പോൾ ഇത് വേഗം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്നൊക്കെയാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്ന കറുപ്പാണ് അധിക ഭാഗം വേണ്ടി വന്നിരുന്ന കരിമണിയുടെ 2-3 പാറ്റേൺ ഒതുക്കി വെച്ച് ഇങ്ങനെ ആക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈബറിൻ്റെ വള, പിന്നെ കമ്മലുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, കരിമണി കുറേ പാറ്റേൺ പോയായിരുന്നു കേട്ടോ, ഇന്ന് എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സെക്കൻഡ് സ്റ്റഡ് കരിമണിയുടെയാണ് ഇന്ന്, എന്തോ കരിമണിയുടെ ദിവസമായിരുന്നു ഇന്നെന്ന് പറയും ഞാൻ. ഇത് നമ്മുടെ സാൻഡ് സ്റ്റോണും ഈ കളറാണ് നമ്മുടെ സെറ്റ് വന്നിട്ടുള്ള ആ രണ്ടാമതിരിക്കുന്ന സെൻറ്ററിലിരിക്കുന്ന ആ കളറില്ലേ, അതാണ് കേട്ടോ മറ്റേ മോതിരവും കമ്മലും ലോക്കറ്റും സെറ്റ് വന്നിട്ടുള്ളത്. അതാണ് ഒരു കളർ. എനിക്കത് കളർ നേരത്തെ എനിക്ക് പറയാൻ കിട്ടിയില്ല, അതാണ് ആ കളറ്. പിന്നെ ഇന്ന് സെറ്റ് ഉണ്ടായിരുന്നത് മറ്റേ സാൻഡ് സ്റ്റോണാണ്. സാൻഡ് സ്റ്റോണിൻ്റെ കമ്മലും വളയും മാലയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാൻഡ് സ്റ്റോൺ ഭയങ്കര മൂവിങ്ങാണ്. അത് ആദ്യം ഭയങ്കര ഡിമാൻഡായിരുന്നു, കിട്ടാണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടി തുടങ്ങിയപ്പോൾ എപ്പോഴാണിത് നിൽക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റോക്ക് ഉണ്ട്. അതും 1 ലെയറും 2 ലെയറും മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് സാൻഡ് സ്റ്റോണിൽ വേറൊരു ഡിസൈൻ ഇതിലില്ല. എൻ്റെ കയ്യിലൊക്കെ ഉണ്ട്, മുമ്പൊക്കെ പണ്ടത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ 2 ഡിസൈനാണ് ഞാൻ നോക്കിയിട്ട് സാൻഡ് സ്റ്റോണിൽ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ നവരത്നത്തിൻ്റെ ഈ കമ്മൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് കോറൽ ഒരുവിധം എല്ലാ കളറുകളും അതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡിമാൻഡാണ്. ഇത് തന്നെ പേളും റൂബിയും വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, സെയിം ഡിസൈനിൽ. അങ്ങനെ എല്ലാ പരിപാടികളും ഇന്നത്തെ കഴിഞ്ഞു. ഞാനപ്പോൾ ഡാഡിയോട് കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാഡി പറഞ്ഞോണം യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. അപ്പോൾ പാച്ചുട്ടൻ കുറേ പാട്ട് പാടിയിട്ട് ഓഡിയോ അയച്ചിട്ടുണ്ട്. അവൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള നേരമില്ലല്ലോ, കിടന്ന് ഓടിൻ്റെ എടുക്കാനുള്ള നേരമല്ലേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയല്ല, അമ്മയും മോനും അപ്പയും പിന്നെ ബിൻസി ആയാലും ഒപ്പം നിൽക്കും, ആഷി ആയാലും അങ്ങനെ അവിടെ നിന്ന് പാടിയിട്ടുള്ള കുറേ പാട്ടുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ എന്താ പറയുക, സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കും തോന്നി, എനിക്കും വീട്ടിലത്തെ വിശേഷങ്ങൾ പറയാനാണ് കൂടുതൽ താല്പര്യം എന്ന്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോക്കും കാര്യങ്ങളും കഴിഞ്ഞ് വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.